ഹായ് ഗായ്സ്, ഇപ്പൊ ട്രെൻഡിങ് ആയിരിക്കുന്ന ഇഫ ചിക്കൻ്റെ റെസിപ്പി ഇനി ഞാൻ ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ മീഡിയം പീസ് ആക്കിയിട്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 3 ടേബിൾ സ്പൂൺ തൈര് എന്നിവയെല്ലാം ചേർത്ത് നന്നായി ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ചിക്കൻ 3-4 മണിക്കൂർ റെസ്റ്റിന് വെക്കുക. ഞാൻ 3 മണിക്കൂറാണ് റെസ്റ്റിന് വെച്ചത്. അതിനുശേഷം ഇത് ഓപ്പൺ ആക്കി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വൈറ്റ് സോസ് തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 പുഴുങ്ങിയ കോഴിമുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് വെളുത്തുള്ളിയും 2 മൊസറല്ല ചീസും കുറച്ച് ഉപ്പും ഫ്രഷ് ക്രീമുമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1 ടീസ്പൂൺ ഓയിൽ കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുക. ഇതുപോലെ ഫൈൻ ആയിട്ട് കിട്ടിയിരിക്കണം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ പീസുകളായിട്ടാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോൺലെസ് ചിക്കൻ വലിയ പീസുകളാക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ തന്നെ. ഇനി ഇതിന്റെ മുകളിലേക്ക് നമ്മുടെ വൈറ്റ് സോസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് 5 മിനിറ്റ് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഗൈസ്, കാണാൻ തന്നെ എന്തൊരു ലുക്കാണല്ലേ. കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റും. ഇത് ശരിക്കും പൊളി ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര ട്രെൻഡിങ് ആയത്. എന്നാലും എൻ്റെ ഒരു ഡൗട്ട്, ഇതിന്റെ പേര് ഇഫ ചിക്കൻ എന്ന് ആരിട്ടതാണായിരിക്കും? നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ഇനിയും ഈ ഇഫ ചിക്കന്റെ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ.